ഹലോ നമസ്കാരം ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തന്നെ ഒരു വീഡിയോയുടെ റീക്രിയേറ്റ് ആണ്. ഞാനൊരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 60-65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു 10 മിനിറ്റ് കാലുകൾക്കുള്ള വ്യായാമം എന്ന് പറഞ്ഞിട്ട് വളരെ നല്ല ഒരു വ്യൂസും നല്ല റെസ്പോൺസും ഒക്കെ കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു അത്. ഒരുപാട് പേര് അതിനകത്ത് കമൻറ്റ്സ് ചെയ്തിട്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ കിട്ടി, കാലുകൾക്കൊക്കെ നല്ല പ്രയോജനം കിട്ടിയെന്നും പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ്സുകളൊക്കെ ചെയ്ത വീഡിയോ ആണ്. പക്ഷേ എന്നാലും ഞാനത് റീക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ ഞാൻ എൻ്റെ വീടിൻ്റെ പുറത്തിരുന്ന് ഞാൻ മൈക്കോ ഒന്നും ഉപയോഗിക്കാതെ ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ആഡിയോ ഒന്നും അത്ര ക്ലിയർ അല്ലായിരുന്നു. ഞാൻ പറയുന്നതൊന്നും വ്യക്തമാവുന്നില്ലായിരുന്നു. അതേപോലെ തന്നെ ഈ പുറത്തുനിന്നുള്ള ശബ്ദങ്ങളൊക്കെ കൊണ്ട് ആഡിയോ വളരെ മോശമായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് കമൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആഡിയോ വളരെ മോശമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കത് കേൾക്കാൻ പറ്റുന്നില്ല, ആ വീഡിയോ കണ്ടിട്ട് അതേപോലെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കമൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ആഡിയോ ക്ലാരിറ്റിയിലൊക്കെ ആ വീഡിയോ ചെയ്യാമെന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ. അപ്പോൾ ഈ വർക്കൗട്ട് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണണമെന്നില്ല. അപ്പം പുതിയ ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ കൊണ്ട് വളരെ ഉപകാരം ഉണ്ടാവും. നമുക്ക് അറിയാം, നമുക്ക് പ്രായമായി വരുന്തോറും നമ്മുടെ കാലുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. മുട്ടുവേദന, അതിനൊക്കെ തന്നെ കാലിൻ്റെ പലവിധ പ്രശ്നങ്ങൾ, കാരണം നടക്കാൻ പോലും അല്ലെങ്കിൽ ഇരുന്നിട്ട് എഴുന്നേക്കാൻ പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. ഞാൻ അതേ വർക്കൗട്ട് വീഡിയോ ഞാൻ ഒന്നും കൂടെ ചെയ്ത് കാണുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതേ കണക്കൊരു ചെയർ മതി. അപ്പോൾ ചെയറിനകത്ത് നിങ്ങൾക്കൊരു തലയണ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അല്പം കൂടെ ഉയരം കിട്ടും. ഓക്കെ. അപ്പം നിങ്ങൾ പ്രത്യേകം ആലോചിക്കുക, നിങ്ങൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ് പരുക്കൊന്നും വെക്കാൻ പാടില്ല. അതുകൊണ്ട് വളരെ കംഫർട്ടായിട്ടുള്ള രീതിയിൽ വേണം നിങ്ങൾ വ്യായാമം ചെയ്യാൻ. ഞാനിപ്പോൾ ഇതാ കണ്ടില്ല, ഒരു സോഫയോട് ചേർത്തിട്ടാണ് ഈ ഒരു കസേര ഇട്ടിരിക്കുന്നത്, മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്, മറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു 10 മിനിറ്റ് വ്യായാമം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ദാണ്ട് ഇപ്പോൾ ഞാൻ സമയം നോക്കിയിട്ടുണ്ട്. കൃത്യം 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാം. ഓക്കെ. അപ്പം പിന്നെ ഒരു കാര്യം കൂടെ, അപ്പോൾ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, ഷൂ ഇടണോ ഈ വ്യായാമം ചെയ്യുമ്പോൾ? അത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഷൂ ഒന്നും ധരിക്കാതെയും ചെയ്യാം. ഞാനിപ്പോൾ ഷൂ ഇട്ടുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് മാത്രം. ഓക്കെ. അപ്പം ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം നിങ്ങളുടെ കൈകൾ ഇതേ കണക്ക് വെച്ച് ഞാൻ ഈ ചെയ്യുന്ന കണക്ക് 1, 2, ഒരു സെക്കൻഡ് നിങ്ങൾ മുകളിൽ കൊണ്ടുവന്ന് ഹോൾഡ് ചെയ്യുക. 3, 4, 5, 6, 7, 8, 9, 10. നമ്മൾ 10 പ്രാവശ്യം ഇങ്ങനെ ചെയ്തു. അതിനുശേഷം നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്യുക, കാലൊക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക ഇതേപോലെ. ഓക്കെ. ഒരു റിലാക്സേഷൻ. അതിനുശേഷം നമ്മൾ ഒന്നും കൂടെ ഒന്ന് ആവർത്തിക്കാൻ പോവുകയാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യുക. ഇതേപോലെ വീണ്ടും 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ. വീണ്ടും നമ്മൾ 10 റെപ്പിറ്റേഷൻ ചെയ്തു. നമ്മുടെ ഈ ഒരു ഭാഗത്തെ മസിൽസിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന് റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കാലുകളുടെ അല്പം മുമ്പോട്ട് കയറ്റി വെക്കുക. മുമ്പോട്ട് കയറ്റിയതിന് ശേഷം ഇതേപോലെ 1, 2, 3, 4, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 6, 7, 8, 9, 10. അങ്ങനെ 10 പ്രാവശ്യം ചെയ്തു. റിലാക്സ് ചെയ്യുക. നമ്മുടെ കാലുകൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുലുക്കി ഒന്ന് കൊടുക്കാം. ഓക്കെ. നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് അയയാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ അതേ വ്യായാമം തന്നെ ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ. അങ്ങനെ വീണ്ടും നമ്മൾ 10 പ്രാവശ്യം ചെയ്തു. വീണ്ടും നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം. ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ കണ്ട ഒരു വീഡിയോ ആണ്. ഒരുപാട് ആൾക്കാർ എനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഇത് വളരെ പ്രയോജനപ്പെട്ടു എന്ന് കരുതിയിട്ട്.
ഓക്കെ. അപ്പം നമ്മുടെ മൂന്നാമത്തെ എക്സസൈസിലോട്ട് പോകാം. മൂന്നാമത്തെ എക്സസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ കസേരയിൽ ഇതേ സ്ട്രോങ് ആയിട്ട് പിടിക്കുക. പിടിച്ചതിന് ശേഷം എന്താ നിങ്ങളുടെ ഒരു കാല് മറ്റേ കാലിന് മുകളിലോട്ട് ഇതേ കണക്കൊന്ന് കയറ്റി വെക്കുക. കയറ്റി വെച്ചതിന് ശേഷം നടു നിർത്തുക. ഓക്കെ, സ്ട്രൈറ്റ് ആവുക. സ്ട്രൈറ്റ് ആയതിനു ശേഷം എന്താ 1 സാവധാനം താഴ്ത്തു കൊണ്ടുവരിക. 2 വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണിത്. 3 4 5 6 7 8 9 10 10 പ്രാവശ്യം ചെയ്തു. അപ്പം നമ്മുടെ ഈ തുടഭാഗത്തെ ആ ഒരു മസിൽസിനെ നല്ല രീതിയിൽ സ്ട്രെങ്ത് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്. അതിനുശേഷം കാല് അപ്പർ സൈഡിലോട്ട് നമ്മൾ വെക്കുന്നു. അടുത്ത കാലിന് മുകളിലോട്ട് കയറ്റി വെക്കുന്നു. വീണ്ടും 1 സാവധാനം താഴ്ത്തു കൊണ്ടുവരിക. 2 കാല് നല്ലോണം നിവർത്തണം. ഓക്കെ, 3 4 5 6 7 8 9 10. അപ്പം നമ്മൾ ഓരോ കാലിലും നമ്മൾ 10 നമ്പർ വെച്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത എക്സസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. സ്ട്രൈറ്റ് ആയിട്ടിരുന്നതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് 1 ഇതേപോലെ കാലുകൾ അടുപ്പിക്കുക. 2 3 4 5 6 7 8 9 10. 10 പ്രാവശ്യം ചെയ്തു. 10 പ്രാവശ്യം ചെയ്തതിന് ശേഷം നിങ്ങളുടെ കാലുകൾ ഇതേപോലെ മുകളിലോട്ട് ഉയർത്തി ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക. അതിനുശേഷം 1 2 3 4 5 6 7 8 9 10. 10 പ്രാവശ്യം ചെയ്തു. പൂർവ്വസ്ഥിതിയിലോട്ട് വന്നു. റിലാക്സ് ചെയ്യാം. കാലുകൾ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുക. വീണ്ടും നമുക്ക് അതേപോലെ ഒന്നും കൂടെ ആവർത്തിക്കാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അതിനുശേഷം വീണ്ടും കാലുകൾ സ്ട്രൈറ്റ് ആക്കുന്നു. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 10 പ്രാവശ്യം ഈ എക്സസൈസ് ചെയ്യും. വ്യായാമം എന്ന് പറയുന്നത് നിങ്ങളുടെ കാലുകൾ ഇതേ കണക്ക് അടുപ്പിച്ച് വെക്കുക. സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം ഇതേപോലെ വൈഡ് ചെയ്യുക. 1 സ്ട്രെച്ച്, 2 3 4 5 6 7 8 9 10. ഓക്കെ, 10 നമ്പർ ചെയ്തു. റിലാക്സ്. വീണ്ടും നമുക്ക് ഒരു വട്ടം കൂടെ ഇത് ആവർത്തിക്കേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും നമ്മൾ കാലുകൾ ഒന്ന് വൈഡ് ചെയ്യുന്നു, അടുപ്പിക്കുന്നു മാക്സിമം ഫോഴ്സിൽ. 2 3 4 5 6 7 8 9 10. അപ്പോൾ നമുക്കിനി ഒറ്റ എക്സസൈസും കൂടെ മാത്രമാണ് അവശേഷിക്കുന്നത്. നമുക്ക് അതും കൂടെ നോക്കാം. അപ്പോൾ ഈ ഒരു വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾ കസേരയിൽ ഇതേ കണക്ക് ഒന്ന് സൈഡ് ചേർന്ന് ഇതേപോലെ ഒരു സൈഡിലോട്ട് നിങ്ങൾക്ക് ഇരിക്കാം. കൈകൾ നിങ്ങളുടെ ഇതേ കണക്ക് ചെയറിൽ പിടിച്ചുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്ന കണക്ക് കാലുകൾ സൈഡിലോട്ട് ഇതേ കണക്ക് 1 2 3 4
5, 6, 7, 8, 9, 10. ഓക്കെ, 10 നമ്പർ ചെയ്തു. അതിനുശേഷം നിങ്ങൾ അടുത്ത സൈഡിലോട്ട് ഇതേ കണക്ക് ഇരിക്കുക. അതിനുശേഷം 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അപ്പം ഇതോടുകൂടി നമ്മുടെ 10 മിനിറ്റ് എക്സസൈസ് കംപ്ലീറ്റ് ആയി. അപ്പം നിങ്ങളൊരു കാര്യം പ്രത്യേകം ഓർക്കുക, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേർക്ക് വളരെയേറെ റിസൾട്ട് കിട്ടിയ ഒരു എക്സസൈസ് ആണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വ്യായാമങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇത് കേവലം 10 മിനിറ്റത്തുള്ള ഒരു വ്യായാമമാണ്. പ്രായമുള്ള ആൾക്കാർക്ക് വളരെ അനായാസമായിട്ട് നിങ്ങളുടെ റൂമിലോ അല്ലെന്നുണ്ടെങ്കിൽ പുറത്തോ ചെയർ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇരുന്നു കൊണ്ട് ഇത് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാലുകളുടെ സ്ട്രെങ്ത് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും നിങ്ങളത് ഫോളോ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ റീക്രിയേറ്റ് ചെയ്തതാണ്. നേരത്തെ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതേ കണക്ക് തന്നെ ഈ വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ആഡിയോ പ്രോബ്ലം കാരണമാണ് ഞാൻ ഈ വീഡിയോ ഒന്നും കൂടെ ചെയ്തത്. ഒരുപാട് ആൾക്കാരിലോട്ട് ഇനിയും ഈ വീഡിയോ എത്തണമെന്നുണ്ട്. കാരണം അത്രയും പ്രയോജനം കിട്ടുന്നു എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷമാണ് എനിക്കുള്ളത്. കാരണം നമ്മൾ ചെയ്ത് ഇടുന്ന വീഡിയോസ് മറ്റുള്ള ആൾക്കാർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നതിൽ തന്നെ വളരെയേറെ സന്തോഷം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങൾ പ്രായമായി വരുന്നതോറും നിങ്ങളുടെ കാലുകൾക്ക് ആണ് ആദ്യം ഈ ബലക്കുറവൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ കാലുകളുടെ ആരോഗ്യം നിങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും നിങ്ങൾക്ക് അനായാസം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ.